2026 എങ്ങനെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം? പലരും ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, പഠിക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഏത് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാം? സ്റ്റോക്ക്, ഫോറക്സ്, ക്രിപ്റ്റോ, ഇതിലേതിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാം? കൂടുതൽ ക്യാപിറ്റൽ വേണം? വളരെ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ദിസ് ഈസ് മീ അരുൺ ഹിയർ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് പല ഡിഫറെന്റ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, ഫോറക്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം, ക്രിപ്റ്റോ എന്നും കേട്ടിട്ടുണ്ടായിരിക്കാം. സോ ബേസിക്കലി നമുക്കിതിനെ മൂന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം: സ്റ്റോക്ക്, ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ. റൈറ്റ്. സോ ഈ മൂന്ന് ഡിഫറെന്റ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഫുള്ളി ലീഗലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യയിലെ പല പല കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെയിലി കാണുന്ന കമ്പനികൾ റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ലെറ്റ്സ് സേ സൺ ഫാർമ, ഇൻഫോസിസ്, TCS, നമ്മൾ സ്വന്തം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസയൊക്കെ കൊണ്ടിടുന്ന ബാങ്കുകളുണ്ടല്ലോ, HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBIN, ഈ പറയുന്ന ബാങ്കുകൾ, മജോറിറ്റി ബാങ്കുകളും എല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് HDFCയുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പം HDFC ബാങ്കിന്റെ ഒരു ഷെയർ ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ മെയിൻലി നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് രാവിലെ 9 മണി മുതൽ രാത്രി 11:30 വരെ ഉണ്ട്. പലരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു, രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ്, അതുകൊണ്ട് എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ്, കോളേജിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു എക്സ്ക്യൂസസ് ആയിരുന്നു. രാത്രി 11:30 വരെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. ലെറ്റ്സ് സേ ഈ ഒരു സെഷനിലാണെങ്കിൽ രാത്രി നവംബർ മുതൽ മാർച്ച് വരെ രാത്രി 11:55 വരെ ഇന്ത്യൻ മാർക്കറ്റ് റണ്ണിങ്ങിലാണ്. ഒന്നുകൂടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയാം. രാവിലെ 9 മണി മുതൽ 3:30 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്സ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോക്സുകൾ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം രാവിലെ 9 മണി മുതൽ 5 മണി വരെ നമുക്ക് കറൻസീസ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് USD, INR പേഴ്സിലുള്ള മജോറിറ്റി, യൂറോ, INR, ഇതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും രാവിലെ 9 മണി മുതൽ 5 മണി വരെ. അതേസമയം രാവിലെ 9 മണി മുതൽ 11:30 വരെ, ഇപ്പൊ ഞാൻ 11:30 ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. കമ്മോഡിറ്റീസ്, അതായത് ഗോൾഡ്, സിൽവർ, ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ്, അലൂമിനിയം, ഇതിലൊക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ട്രേഡ് ചെയ്യാൻ സാധിക്കും രാവിലെ 9 മണി മുതൽ 11:30 വരെ. ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 7 മണി മുതൽ 11 മണി വരെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാ? US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു റാലി കിട്ടുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ജോലി ചെയ്യുന്നവർക്കും പറ്റും, കോളേജിൽ പോകുന്നവർക്കും പറ്റും, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്കും പറ്റും, ഹൗസ് വൈഫ്സിനും പറ്റും, എല്ലാവർക്കും പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം 3 ഡിഫറെന്റ് മാർക്കറ്റ്, ബാക്കിയെല്ലാം നമ്മൾ വഴിയെ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമുക്ക് ഇത്രയും മനസ്സിലായി. അടുത്തത് ഫോറക്സിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഒരു ഫ്രഷറിനോട് ഫോറക്സ് ചെയ്യുക എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നിങ്ങൾ ഫോറക്സ് ആദ്യമേ ചെയ്യേണ്ട. കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ. ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ട് പുറത്തേക്ക് പോവുകയാണ്, ഇല്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കാണ് ഇത് ട്രേഡ് നടക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്, വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ വോള്യൂമുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിൽ കുറച്ചധികം പാടാണ് എന്നത് മാത്രമാണ്. എന്ന് വെച്ച് ഫോറക്സിൽ ട്രേഡ് ചെയ്തു എന്ന് വെച്ച് നമ്മളുടെ പേരിൽ കേസസോ ലീഗൽ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്ത് ആ ഒരു ഹ്യൂജ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ, നമ്മളുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബ്ലോക്കായ ഇഷ്ടം പോലെ ഹിസ്റ്ററീസും ഉണ്ട്, ഇപ്പോഴും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്നതിന്റെ മെയിൻ റീസൺ 24/5, അതായത് മൺഡേ ടു ഫ്രൈഡേ 24 അവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ
ലെറ്റ്സ് സേ ഫണ്ടിങ് അക്കൗണ്ട്സ്, റൈറ്റ് സേ എല്ലാവർക്കും ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് ലഭിക്കും എന്നതിൻ്റെ ബേസിസ് ആണ്. അതായത് ഒരു $50 കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മെയിൻലി എന്താ ചെയ്യാൻ സാധിക്കുക, ഒരു 2-3 ചലഞ്ചസ് തരും. ആ ചലഞ്ചസ് പാസ്സായി കഴിഞ്ഞാൽ മെയിൻ അക്കൗണ്ടിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഫോറക്സിലെ മെയിൻ ഗെയിമാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബിസിനസ്സാണ്. ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നിങ്ങൾ ഒരു $50 ഒരു അക്കൗണ്ടിന് കൊടുത്തു. ഇത് നിങ്ങൾ ഒരു ചലഞ്ച് അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ഡെമോ അക്കൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ പാസ്സാകണം. 2 ചലഞ്ചസ് ഉണ്ടായിരിക്കും, കുറേ റൂൾസ് വെച്ചിട്ട്. അതിലേതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ അപ്പം തന്നെ പോയി, അതായത് നിങ്ങളുടെ 50 പോയി. സോ ഇങ്ങനെ ചെയ്യുന്ന 100 ട്രേഡേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 90% എബോവ് ആൾക്കാർ ലോസ് ജനറേറ്റ് ചെയ്യും. ബാക്കി 10% മാത്രമായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ചും കണ്ടും തന്നെ നേരെ പോവുക, ഫോറക്സിലേക്ക് പോകാം. എന്നാൽ ഫോറക്സ് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടംപോലെ അധികം ബ്രോക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്തോ. അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തോളുക. ബേസിക്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചോളൂ. നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയും നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഫോറക്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പറ്റും. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് മെയിൻലി ചെയ്യുന്നത്, ഫോറക്സ് മെയിൻലി ചെയ്യുന്നത് കറൻസീസിലാണ് ആൻഡ് ഓൾസോ കമ്മോഡിറ്റീസിലും. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ യൂറോ യു എസ് ഡി ഏറ്റവും കൂടുതൽ വോള്യൂമുള്ള പെയറാണ് യൂറോ USD എന്നുള്ളത്. അതുപോലെ തന്നെ ഗോൾഡ്, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡബിൾ ആയിട്ടുള്ള ലെറ്റ്സ് സേ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ക്രിപ്റ്റോ കറൻസി. നമുക്ക് എല്ലാവർക്കും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതിലുപരി BTC, ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് പലർക്കും അറിയാവുന്നത്, ഇല്ലേ? അപ്പൊ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതിൽ 24/7 എല്ലാ ദിവസവും 24 മണിക്കൂറും മാർക്കറ്റ് റണ്ണിങ്ങിലാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അടുത്തത്, ഇന്ത്യയിൽ ഇത് ലീഗലാണോ അല്ലയോ എന്നുള്ളത്. ഇന്ത്യയിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നത് ലീഗലാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള നല്ല ബ്രോക്കേഴ്സിൽ തന്നെ പോകുക. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കമൻറ്റിൽ പോകാം. ഡിസ്ക്രിപ്ഷനിൽ ലീഗലായിട്ടുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഈ ബ്രോക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ പറഞ്ഞ എന്താണ്, 24/7 ഉണ്ട് മാർക്കറ്റ്. ലീഗലാണോ? അതെ, ലീഗലാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ക്രിപ്റ്റോയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കൺസേൺ പലരുടെയും ക്രിപ്റ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് 30% ടാക്സ്, ഇല്ലേ? 30% ടാക്സ് ആണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. 30% ടാക്സ് എന്നാൽ ട്രേഡ് ചെയ്യുന്നതിൽ ഇല്ല. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നതിനല്ല 30% ടാക്സ് വരുന്നത്. ക്രിപ്റ്റോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് 30% ടാക്സ് വരുന്നത്. ഓൾറൈറ്റ്, ഒരു ബേസിക് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക്, ഫോറക്സ്, ക്രിപ്റ്റോ എന്നതിൽ, ഇല്ലേ? എന്താണ് സ്റ്റോക്ക്, ഫോറക്സ്, ക്രിപ്റ്റോ എന്നതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുക നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുക ഏതാ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ചൂസ് ലൈക്ക് സ്റ്റോക്ക് ആൻഡ് ക്രിപ്റ്റോ ഞാൻ നിങ്ങളോട് പറയും. അതല്ല നിങ്ങൾക്ക് ഫോറക്സ് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നോക്കി നല്ല രീതിയിൽ നമ്മുടെ ഹാർഡ് ഏൺഡ് പൈസ എപ്പോഴും നമ്മൾ സേഫായിട്ട് വെച്ചുകൊണ്ട് തന്നെ വേണം ട്രേഡ് ചെയ്യേണ്ടത്. അടുത്തത്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്താണ്? നോളജ് ആണ്, റൈറ്റ്? നോളജ് ആണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമുക്കറിയാം, നമ്മളൊരു 30,000 രൂപ 50,000 രൂപ സാലറി കിട്ടാൻ വേണ്ടി 10 വരെ പഠിക്കുന്നു, +1 +2 പഠിക്കുന്നു, ഡിഗ്രി, ഡിപ്ലോമ, PG ഇതെല്ലാം പഠിക്കുന്നു. എത്ര വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്? നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ മിനിമം 3 മുതൽ 7 വർഷം വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിനാ? 30,000 രൂപ സാലറി, 50,000 രൂപ സാലറി ഉണ്ടാക്കാനായിട്ട്, അല്ലേ? പക്ഷേ
ട്രേഡിങ്ങിൽ വരുന്ന എല്ലാവരും ഏൺ ചെയ്യുന്നത് എത്രയാണ്? ലാക്സിലാണ്, 50,000 ലാക്ക്, ഇതിൽ തന്നെയാണ് എല്ലാവരും ഏൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ഒരു ദിവസം ഏൺ ചെയ്യുന്നത് ലക്ഷങ്ങളാണ്. ഒരു ദിവസം നമുക്ക് ലക്ഷങ്ങൾ ഏൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ കടക്കാരനാക്കാനും ലക്ഷങ്ങൾ കൊണ്ട് കളയാനും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ട്രേഡിങ്. അത് സ്റ്റോക്ക് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും നമുക്ക് നന്നായിട്ട് വേണ്ടത് നോളജ് തന്നെയാണ്. ഈ നോളജ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾ മിനിമം 3 to 5 years നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. എന്തിനാണ്? ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒന്നും പഠിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നിങ്ങൾ തന്നെ ചുമ്മാ പോയി യൂട്യൂബിൽ പോവുക, ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, റൈറ്റ്? പക്ഷേ എന്നാൽ മാർക്കറ്റിനെ മനസ്സിലാക്കണം. നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ടാണ്, നമ്മളുടെ സൈക്കോളജി കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ പറയുന്ന 3 to 5 years വേണ്ടത്. അതുമാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റാണ്. റീസെൻ്റ്ലി എടുത്ത് നോക്കിയാൽ 2020 കൊറോണ, 2021-22 ആയപ്പോഴത്തേക്ക് റഷ്യ യുക്രൈൻ വാർ, അത് കഴിഞ്ഞ് എത്രത്തോളം പ്രശ്നം. 2025 ഒരു ജൂൺ ജൂലൈ മുതൽ ട്രംപിന്റെ താരിഫ്, അല്ലേ, ഒരു താരിഫ് വാറാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ ബേസിസിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പം ഈവൻ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇവോൾവ് ആവുകയാണ്. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ, ഇപ്പം ഞാൻ തന്നെ ബേസിക്കലി ഫോറക്സിലേക്ക് മാറിയത് ഒരു 2025 മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാനൊരു 2-3 വർഷത്തേക്ക് ഗോൾഡിലും സിൽവറിലും അൾട്രാ ബുള്ളിഷ് ആണ്. എത്രയാണോ സിൽവറിന്റെ കോസ്റ്റ് ഉള്ളത്, അതൊരു 5 yearsന് അപ്പുറം അത് ഡബിൾ ആകുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു. ഒരിക്കലും റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല, ഡബിൾ ആകുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ആ ഒരു മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഫോറക്സിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ എന്താണ് ഈ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ടേക്ക് പാർട്ട് ചെയ്യുക. 2021 ഞാൻ ക്രിപ്റ്റോ ട്രേഡിങ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. 2024 എൻ്റെ തൊട്ട് ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? തിരിച്ച് നല്ല നല്ല ബ്രോക്കേഴ്സ് ഇവിടെ വരാൻ തുടങ്ങി, എക്സ്ചേഞ്ചസ് വരാൻ തുടങ്ങി, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് മിനിമം 3 to 5 years നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊടുക്കാനായിട്ട് തയ്യാറാകുക. ഈ നോളജ് എങ്ങനെ ഗെയിൻ ചെയ്യാം? ഒരിക്കലും ഞാൻ ആരോടും പറയുകയില്ല പെയ്ഡ് കോഴ്സസിലേക്ക് ഡയറക്റ്റ് പോകാനായിട്ട്. ഇഷ്ടം പോലെ ഫ്രീ സ്റ്റഫ്സ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫ്രീ സ്റ്റഫ്സ് യൂട്യൂബിൽ ഇല്ലാത്തതൊന്നുമല്ല ഒരു അക്കാഡമിയിലും എങ്ങും പഠിപ്പിക്കുന്നത് ഇതൊന്നുമല്ല, റൈറ്റ്? സോ നിങ്ങൾ യൂട്യൂബിലുള്ളതൊക്കെ തന്നെയാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ആക്കി ഒരു പ്രോസസ്സിൽ കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി ഒരു അക്കാഡമിയിൽ പഠിക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫ്രീ സ്റ്റഫ്സിലോട്ടൊക്കെ ഒന്ന് പോവുക. ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, വായിച്ച് നോക്കി പഠിക്കുക. എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് നോളജ് ഒക്കെ കിട്ടി, നിങ്ങൾ അത് വെച്ച് മാർക്കറ്റിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും നോളജ് വേണമെന്ന് തോന്നുന്ന എപ്പോഴാണോ അപ്പോൾ മാത്രം നിങ്ങളൊരു പെയ്ഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇഷ്ടംപോലെ പെയ്ഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, F&O, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മളുടെ ഇവിടുന്ന് തന്നെ എടുക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളെ ഡയറക്റ്റ്ലി ഞാൻ ഇങ്ങോട്ട് വരാൻ പറയുകയില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നല്ല രീതിയിൽ ഹൈലി ഇൻട്രസ്റ്റ് ആകുന്നത്, എനിക്ക് ഇനിയും കൂടുതൽ നോളജ് അറിയണം, ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നുന്നത്, അപ്പോൾ മാത്രം വരിക. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് ലേൺ ചെയ്യുക. അത് ലേൺ ചെയ്ത് കഴിഞ്ഞ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് കോഴ്സസ് നമ്മുടെ നല്ല എങ്ങോട്ടും നിങ്ങൾ ജമ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഹാർഡ് ഏൺഡ് പൈസ കൊണ്ട് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നിങ്ങളൊരു 20,000, 30,000, 50,000 കൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. ആൻഡ് മെയിൻലി നമുക്ക് ഏറ്റവും കൂടുതൽ കുറേ അധികം മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ട്രേഡ് ചെയ്യാനായിട്ട് ഹ്യൂജ് ക്യാപിറ്റൽ വേണമെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. വളരെ മിനിമൽ ക്യാപിറ്റൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 500 rupees സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 500 rupees എനിക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടാനാണ് എന്നുള്ളത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പൈസയുടെ രീതിയിലല്ല നമ്മൾ വിചാരിക്കേണ്ടത്. പൈസ മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മളുടെ നോളജും കൂടെയാണ്, എക്സ്പീരിയൻസ് ആണ്. ഒരു 500 ഇട്ടിട്ട് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക. ഒരു ബ്രോക്കറിൽ എങ്ങനെ ബൈ ചെയ്യാം, എങ്ങനെ സെല്ല് ചെയ്യാം, എങ്ങനെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇതെല്ലാം വെക്കാനായിട്ടൊരു ബേസിക് ഫസ്റ്റ് 500, പിന്നെ ഒരു 1000, 1500, 200, ഈ ഒരു സ്ലോ ആയിട്ട് മാത്രമായിരിക്കണം നമ്മൾ മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. അതേസമയം നിങ്ങളൊരു 500 രൂപ ഇടുന്നു, അതുപോലെ തന്നെ നിങ്ങൾ 1,00,000 രൂപയും കൊണ്ട് ഇടുന്നു. ഇത് രണ്ടും കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നോളജ് സെയിം ആണ്. 1,00,000 രൂപ പെട്ടെന്ന് വാഷ് ഔട്ട് ആവും, അതായത് മൊത്തം ലോസിലേക്ക് പോകുന്നതാണ്. 500 പോയി കഴിഞ്ഞാൽ ഈസിലി റിക്കവറബിൾ ആണ്. 500 നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 1,00,000 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി എന്ന് വരികയില്ല, സമയമെടുക്കും. നമ്മളുടെ
നമ്മളുടെ മെൻ്റലി നമ്മൾ ബേൺ ഔട്ട് ആവും, സ്ട്രെസ്ഡ് ആകും, ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളിലേക്കും നമ്മൾ മൂവ് ഓൺ ആവുന്നതാണ്. സോ ബെറ്റർ വളരെ മിനിമം ക്യാപിറ്റൽ മാത്രം മതി. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഹ്യൂജ് ക്യാപിറ്റൽ വേണമെന്നുള്ളത്. വളരെ മിനിമം ക്യാപിറ്റൽ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും വേറെ കുറച്ചധികം ആൾക്കാരുണ്ട്, അതായത് ടിപ്സിൻ്റെ പുറകെ പോകും, ട്രേഡ് സിഗ്നൽസ്, കോൾസ് എന്നൊക്കെ പറഞ്ഞു പോകും. ഒരു ബേസിക് നോളജ് ഇല്ലാതെ നിങ്ങളൊരു ട്രേഡിലേക്ക് കയറുകയാണെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ടാർഗറ്റ് വെക്കണം, ഇല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണം, ഇതൊന്നും നിങ്ങൾക്ക് അറിയുകയില്ലായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അണ്ടിൽ ആൻഡ് അൺലെസ് നിങ്ങൾക്കൊരു ബേസിക് നോളജ് ആയിട്ട് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ അറിയാതെ നിങ്ങൾ അതിലേക്കൊന്നും തന്നെ പോകരുത്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ സീരീസും കിടപ്പുണ്ടതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ തന്നെ 2 കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ട്രേഡിംഗ് ചാനൽ, ഒരു ടെലഗ്രാം ചാനലാണ്. ഈ ചാനലിൽ നമ്മുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും. ആൻഡ് ഓൾസോ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇത് 2 എണ്ണത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ യു ഗൈസ് ഡോണ്ട് വറി, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ട്രേഡ് മാക്സ് അക്കാഡമി കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ആൻഡ് ഫസ്റ്റ് ട്രേഡേഴ്സ് ചാലഞ്ച് ലോഞ്ച് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ട്രേഡേഴ്സ് ചാലഞ്ചിലേക്ക് ജോയിൻ ചെയ്യുക, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നാണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ മന്ത്സും നമ്മുടെ ഈ ചാലഞ്ച് റൺ ആകുന്നുണ്ട്. സോ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലായി, എവിടെ നിന്ന് പൈസ ഏൺ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്, എങ്ങനെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും വീഡിയോസ് ഇതിനെ ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം നോളജ്, നിങ്ങൾക്ക് ആവശ്യമുള്ള നോളജ് തന്നെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.